പറവൂർ കെടാമംഗലം സൗത്ത് വിശുദ്ധ ജോൺ മേരി വിയാനി ദേവാലയത്തിൽ വിശുദ്ധ വിയാനിയുടെയും വിശുദ്ധ സെബസ്ത്യാനോസ് വിശുദ്ധ അന്തോണീസിൻ്റെയും തിരുനാൾ ആഘോഷങ്ങൾ സമാപിച്ചു. തിരുനാൾ ദിന പൊന്തിപ്പിക്കൽ ദീപബലിക്ക് കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികനായിരുന്നു. സന്തോഷത്തോടുകൂടി നമ്മുടെ കെടാമംഗലത്തിൽ നമ്മുടെ പുണ്യവാന്റെ വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. നമുക്ക് അല്പം അഹങ്കാരത്തോടുകൂടി പറയാനായിട്ട് സാധിക്കും, ഇതുപോലുള്ളൊരു വിശുദ്ധനെ നമുക്ക് കിട്ടിയതിൽ നമ്മളെല്ലാവരും സന്തോഷമുള്ളവരാണ്. കാരണം വൈദികരുടെ മധ്യസ്ഥനാണ്, വൈദികരുടെ മാത്രമല്ല ഇടവകയിൽ എല്ലാ മക്കളെയും ചേർത്ത് പിടിക്കുന്ന ഒരു മധ്യസ്ഥനാണ്, വിശുദ്ധനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. നിങ്ങൾ എന്നെ ആ പള്ളി ഒന്ന് കാണിച്ചു തരൂ, ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധൻ തൻ്റെ അജപാലന ദൗത്യം ആരംഭിച്ചത്. തൻ്റെ ജീവിതത്തിലൂടെ എങ്ങനെയാണ് ഇടവ മക്കളെ കൊണ്ടു നടക്കേണ്ടതെന്ന് ഈ വിശുദ്ധൻ പഠിപ്പിക്കുന്നുണ്ട്. ചേർത്തല തങ്കി മദർ കാർമൽ വികാരി ഫാദർ ജോസ് തോമസ് വചനപ്രഘോഷണം നടത്തി. അടിസ്ഥാനപരമായിട്ട് 4 കാര്യങ്ങൾ വേണമെന്നാണ് പറയുന്നത്. ഈ 4 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് തിരുനാളിനൊരു പൂർണ്ണത ഉണ്ടാകുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു അനുസ്മരണം ഉണ്ടാകണം. ഏത് വിശുദ്ധനെയാണോ വിശുദ്ധയാണോ നമ്മൾ മധ്യസ്ഥരായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് അവരെക്കുറിച്ചുള്ള ഓർമ്മ, ഒരു ധ്യാനം വളരെ അത്യാവശ്യമാണ് ഇവിടെ ജീവിതത്തെക്കുറിച്ച്. കാരണം നമ്മളെപ്പോലെ മനുഷ്യരായി ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച വ്യക്തികളാണ് അവർ. ഒരു മനുഷ്യനുള്ള എല്ലാ കുറവുകളും പരിമിതികളും ഉള്ള വ്യക്തികൾ. എന്നിട്ട് എന്തുകൊണ്ട് അവർ വ്യത്യസ്തരാകുന്നു? അവരുടെ ജീവിത അവസ്ഥ, ചുറ്റുപാട്, ഇതൊക്കെ നമ്മൾ ധ്യാന വിഷയമാക്കണം. ജീവിതത്തെ ധ്യാനിച്ചാൽ മാത്രം പോരാ. രണ്ടാമത്തെ കാര്യം, അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതാണ് അനുകരണം വേണം. എന്തുകൊണ്ട് ഇന്ന് സ്വർഗത്തിൽ അവർക്ക് സ്ഥാനമുണ്ട്, എന്തുകൊണ്ട് ദൈവത്തിൻ്റെ സമീപത്തിൽ അവർക്ക് സ്ഥാനമുണ്ട്, അതിന് കാരണമായിട്ടുള്ളത് അനുകരണീയമായ ഒരു ആത്മീയ നന്മ, ദൈവികമായ ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അനുകരണം മാത്രമല്ല, മൂന്നാമത് സഭ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപേക്ഷ. നമ്മൾ ഓരോ തിരുനാൾ ആഘോഷത്തിലും അത്യന്തം കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക, അപേക്ഷിക്കുക. കാരണം നമ്മെ അറിയുന്ന ഒരു വിശുദ്ധൻ സ്വർഗത്തിലുണ്ട്. നാലാമത്തെ കാര്യം, ആഘോഷം ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ആഘോഷിക്കപ്പെടണം. ഫാദർ റോബിൻ സഹകാർമ്മികനായിരുന്നു. ക്രിസ്ത്യാനിമാരും കുടുംബാംഗങ്ങളും കാഴ്ച സമർപ്പണം നടത്തി. തുടർന്ന് ആഘോഷമായ പ്രദക്ഷിണവും വാനിൽ വർണ്ണമഴ, ശിങ്കാരിമേളം എന്നിവയും നടന്നു. വികാരി ഫാദർ ആൽബി കോണോത്ത്, കൈക്കാരന്മാരായ പൈലി ജോർജ് കല്ലറയ്ക്കൽ, മിഥുൻ ക്ലീറ്റസ് ചക്കാലയ്ക്കൽ, തിരുനാൾ ജനറൽ കൺവീനർ ഷിവിൻ ജോസ് കല്ലറയ്ക്കൽ, ക്രിസ്ത്യാനിമാരായ യുവാക്കൾ തിരുനാൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.